ഹായ് ഹലോ, നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഉപ്മാവാണ് ഉണ്ടാക്കുന്നത്. ബാണിയാട് മില്ലറ്റ് അല്ലെങ്കിൽ കവടപ്പുല്ല് എന്നൊക്കെ പറയുന്നതാ. ഇതാണ് ഈ മില്ലറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഉപ്മാവ് ഉണ്ടാക്കുന്നത്. ഈ മില്ലറ്റ് കാണുമ്പോൾ നമ്മുടെ റാഗിയുടെ ഒരു വൈറ്റ് കളർ പോലെ തോന്നും, ചെറിയ തരി തരി ആയിട്ടുള്ളതാണ്. ഇതൊരു 5-6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് കുറച്ച് ഉപ്പും 1 സ്പൂൺ നെയ്യൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. പാകത്തിനുള്ള വെള്ളം വെച്ച് വേവിക്കുക. ഇങ്ങനെ ഉണ്ടാവുക. ഇതാണ് ഇതിൻ്റെ റൈസ്. ഇത് നമുക്ക് ഇതുപോലെ റൈസിന് പകരമായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെ ഉണ്ടാക്കി വെച്ച റൈസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഉപ്മാവ് ഉണ്ടാക്കുക. നമ്മളിപ്പോൾ രാത്രിയൊക്കെ മില്ലറ്റിൻ്റെ റൈസാണ് കഴിക്കണമെങ്കിൽ അതിൽ ബാക്കി അല്ലെങ്കിൽ കുറച്ച് എക്സ്ട്രാ ഉണ്ടാക്കി വെച്ചിട്ട് അത് വെച്ചിട്ട് നമുക്ക് രാവിലെ ഇതിൻ്റെ ഉപ്മാവ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. എണ്ണയിലേക്ക് കുറച്ച് ഉഴുന്നുപരിപ്പും കടുകും ഇടുക. കടുക്, മുളക്, കറിവേപ്പില ഇതൊക്കെ ഇട്ട് കടുക് പൊട്ടുമ്പോൾ നമുക്ക് നേർപ്പിച്ചരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ പാകത്തിനനുസരിച്ച് ഉള്ളി ഇടുക. ഉള്ളി ഇട്ട് ഒന്ന് വഴറ്റി അതിൻ്റെ ഒരു ട്രാൻസ്ലൂസൻ്റ് ആയി വരുമ്പോൾ, കളറൊന്ന് മങ്ങി തുടങ്ങി വരുമ്പോൾ നമുക്ക് പച്ചമുളകും ഇഞ്ചിയും ഇടാം. നന്നായി ഇളക്കി മണമൊക്കെ മാറുമ്പോഴേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, പാകത്തിന് ഉപ്പ് ഇടുക. എന്നിട്ട് കുറച്ച് വെള്ളം തെളിച്ചിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. ഇപ്പം ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് കുറച്ചൊരു ചെറിയ മുളക്, നമ്മുടെ കൊണ്ടാട്ട മുളക് ചെറിയ പീസസ് ആക്കി ഇട്ടിട്ടുണ്ട്. കൊണ്ടാട്ട മുളകിൽ ഓൾറെഡി ഉപ്പുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഉപ്പ് പിന്നെ ചേർക്കുമ്പോൾ നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഇതൊരു ടേസ്റ്റ് മേക്കർ പോലെ ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓപ്ഷണലാണ്. ആവശ്യമുണ്ടെങ്കിൽ എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. പക്ഷേ കൊണ്ടാട്ട മുളക് ഇടയ്ക്കൊന്ന് കടിക്കുമ്പോൾ നല്ലൊരു രുചിയാണ്. അതൊക്കെ ഇട്ട് ഉപ്പൊക്കെ പാകം സെറ്റാക്കി കുറച്ച് വെള്ളം ഒന്ന് മേലെ കൂടെ കുടഞ്ഞ് ലിഡ് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വേവിക്കുക. നമ്മുടെ ഉപ്മാവ് റെഡിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്മാവാണ്. ടേസ്റ്റി ആണെന്ന് മാത്രമല്ല, മില്ലറ്റ്സിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഒക്കെ വളരെ കുറവാണ്. ഷുഗർ ഉള്ളവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡ് ഐറ്റമാണ് മില്ലറ്റിൻ്റെ വിഭവങ്ങൾ. അപ്പോൾ നമുക്ക് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു ഉപ്മാവാണിത്. തേങ്ങയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ മേലെ കൂടെ തേങ്ങയും കൂടെ തൂവാം. അപ്പോൾ നമ്മുടെ ഉപ്മാവ് റെഡിയാണ്. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ് ഈ ഉപ്മാവ്. ഞാനിപ്പോൾ ഇത് ഓയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കിത് വേണമെങ്കിൽ നെയ്യിൽ ഉണ്ടാക്കാം. ഇപ്പോൾ കഴിക്കുന്നതിന് തൊട്ട് മുന്നേ കുറച്ച് 1-2 സ്പൂൺ നെയ്യ് മേലെ കൂടെ ആഡ് ചെയ്താൽ ഇതിന് വേറെ തന്നെ ഒരു രുചിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.